ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു ചെറിയ ട്രിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വലിയ ട്രിപ്പ് തന്നെ പോവാണ്. ആൻഡമാനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ കുറച്ച് വർഷം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നാട് വിട്ടു പോവുകയാണെന്ന്. അങ്ങനെയല്ല, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്. ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാത്രയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ ദേ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു റിലേറ്റീവ് ചേട്ടൻ്റെ കാറിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്തു നിന്നാണ്. കറക്റ്റ് 4:30 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം രാവിലെ ഇറങ്ങി അധികം ട്രാഫിക് ബ്ലോക്ക് കാണില്ലല്ലോ. അങ്ങനെ കറക്റ്റ് ഒരു 7 മണിയായ സമയത്തേക്ക് നമ്മൾ കയറാനായിട്ട് തുടങ്ങുവാണ്. ഫ്ലൈറ്റ് 9 മണിക്കാണ്. 2 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ അകത്ത് കയറി എല്ലാം ചെക്ക് ഇൻ ചെയ്യണ്ടേ. അതുകൊണ്ട് നമ്മളിതേ പെട്ടിയൊക്കെ എടുത്ത് പോകാനായിട്ട് തുടങ്ങുവാണ്. പിള്ളേരുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് കേട്ടോ, ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പാണ്. അവരാദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് 2 പേർക്കും ഉണ്ട്. അങ്ങനെ പിള്ളേരെല്ലാവരോടും യാത്രയും ടാറ്റ ബൈബയൊക്കെ പറഞ്ഞപ്പോൾ പോവാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. അമ്മയൊക്കെ കരച്ചിരി ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണ്. എങ്കിലും പിള്ളേർ പോകുന്നതിലൊരു സന്തോഷമൊക്കെ ഉണ്ട്. എങ്കിലും കാണാത്തതിലൊരു വിഷമമുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ അകത്ത് കയറി എല്ലാം ചെക്കിനൊക്കെ ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ പോയിട്ടുണ്ട് ഫ്ലൈറ്റിൽ, എങ്കിലും ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത്, അതും പിള്ളേരെയും കൊണ്ട്. അപ്പോൾ ഒരു ചെറിയ റിസ്ക് ആയിട്ടുള്ളൊരു ട്രിപ്പും കൂടാണിത്. കാരണം പിള്ളേരെ സേഫായിട്ട് നോക്കണം, നമ്മുടെ പെട്ടി അവിടെ എത്തണം, നമ്മളവിടെ എത്തണം. പ്രത്യേകിച്ച് കണക്ഷൻ ഫ്ലൈറ്റ് കൂടെ ആയതുകൊണ്ട് നല്ല രീതിയിൽ ടെൻഷനുണ്ട് കേട്ടോ. എങ്കിലും ഞാൻ ധൈര്യമൊക്കെ അഭിനയിച്ചങ്ങ് നിൽക്കുവാണ്. അങ്ങനെ ദേ നമ്മുടെ പെട്ടികളുടെയൊക്കെ ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ പെട്ടിയൊക്കെ എടുത്ത് വെക്കുവാണ്. നല്ല ടെൻഷനിലാണ്, അതാണ് എൻ്റെ മുഖം അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ പെട്ടികളെല്ലാം കൊണ്ടുപോയി നമ്മൾ അടുത്ത ചെക്ക് ഇൻ സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിനി അവിടെ കുറച്ച് വർഷം താമസിക്കാനായിട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പൊടികളും നാട്ടിലെ കുറേ സാധനങ്ങളും നമ്മുടെ പെട്ടിക്കകത്തും ബാഗിനകത്തും ഒക്കെ ഉണ്ട്. അതാണ് ഇങ്ങനെ നല്ല വീർത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ എല്ലാമായിട്ട് നമ്മൾ അടുത്ത ചെക്ക് ഇൻ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മുടെ ചെക്കിങ് കഴിഞ്ഞ് മെയിൻ ലഗേജ് വിട്ടപ്പോൾ നമ്മുടെ 3 ബോർഡിംഗ് പാസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതുമായിട്ട് നമ്മുടെ ഗേറ്റിലേക്ക് പോവാണ്. എൻ്റെ ഗേറ്റ് നമ്പർ 3 ആണ്. നമുക്ക് 9 മണിക്കാണല്ലോ ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഉണ്ടല്ലോ എന്ന് കരുതി കുറച്ച് നേരം അവിടെയൊക്കെ വായി നോക്കാമെന്ന് കരുതി, പിന്നെ പിള്ളേരെ ഒന്ന് എയർപോർട്ടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി നമ്മളിതേ ഓരോരോ സ്ഥലത്തേക്ക് പോവാണ്. പല ഫുഡ് കോർട്ടുണ്ട് കേട്ടോ. പക്ഷെ പിള്ളേർക്ക് അതിരാവിലെ ആയതുകൊണ്ട് അത്രയും ഇൻട്രസ്റ്റ് തോന്നിയില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞേനെ. അങ്ങനെ നമ്മൾ ഓരോരോ കടകളിലും ഇങ്ങനെ കയറുവാണ്. അങ്ങനെ ദേ വിളക്കിൻ്റെ കട, പിന്നെ കുറേ പ്രതിമകൾ, ഇതിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ആരും ദയവ് ചെയ്ത് എയർപോർട്ടിൽ നിന്നൊന്നും വാങ്ങാൻ നിൽക്കരുത്. കാരണം എനിക്ക് കിട്ടി പണി. കാരണം ഞാനാണെങ്കിൽ ഇഞ്ചി മുട്ടായി വാങ്ങി. ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ കൂടിപ്പോയ ഒരു 50 രൂപയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉണ്ടല്ലോ, 3 ഇഞ്ചി മുട്ടായിക്ക് 110 രൂപ. ആഹാ, എൻ്റെ കിളി പോയി. അതുകൊണ്ട് ആരും എയർപോർട്ടിൽ നിന്നൊന്നും വാങ്ങാൻ നിൽക്കുക. എല്ലാവർക്കും അറിയാമെന്നറിയാം, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതാണ്, എൻ്റെ അനുഭവം ഞാനൊന്ന് പറഞ്ഞതാണ്. അങ്ങനെ ദേ നമ്മുടെ ഗേറ്റിനടുത്തേക്ക് നമ്മൾ ഇരിക്കുവാണ്. അവിടെ ഇരുന്നപ്പോൾ തന്നെ ഓരോരോ സ്ഥലത്തേക്കുള്ള ആൾക്കാരെയൊക്കെ പോകാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴും പിള്ളേർക്ക് വെയിറ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. എപ്പോഴാണ് ഫ്ലൈറ്റ് കയറുന്ന അമ്മ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ഗേറ്റ് പെട്ടെന്ന് മാറി 4ലേക്കായത്. അങ്ങനെ ദേ അവിടെ നമ്മൾ ക്യൂവിൽ പോയി നിൽക്കുവാണ്. അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞ് നമ്മളിത് നേരെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. പിള്ളേർ നല്ല ത്രില്ലാണ് കേട്ടോ. അങ്ങനെ ദേ എനിക്ക് ത്രില്ലുണ്ട്, എങ്കിലും ടെൻഷനാണ് മെയിനായിട്ട് നിൽക്കുന്നത്. കാരണം സേഫായിട്ട് അവിടെ എത്തണമല്ലോ. കണക്ഷൻ ഫ്ലൈറ്റ് കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ടെൻഷൻ വരുന്നത്. അങ്ങനെ നമ്മളിതേ നേരെ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അങ്ങനെ ദേ ഇൻഡിഗോയുടെ ബസ്സൊക്കെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ പിള്ളേരും ഞാനും ഒക്കെ ബസ്സിലോട്ട് കയറി നമ്മുടെ ഫ്ലൈറ്റിനടുത്തേക്ക് പോവാണ്. അപ്പോൾ കുറേ ഫ്ലൈറ്റ്സൊക്കെ ഇതൊക്കെ കിടപ്പുണ്ട്. പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ത്രില്ല്. കാരണം പിള്ളേർ ആകാശത്തൂടെ പറന്നു പോകുന്ന സംഭവങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അടുത്തിങ്ങനെ കാണുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് പിള്ളേർക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് 2 എയർ ഹോസ്റ്റസൊക്കെ നിൽക്കുവാണ്. അവർ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നമ്മളകത്ത് കയറുവാണ്.
നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത് 33 ആണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റാണ് നമ്മുടെ സീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കയറി നമ്മുടെ സീറ്റിനടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മളിരുന്നു. വിൻഡോ സീറ്റിനൊക്കെ അടിയായിരുന്നു ആദ്യം. പിന്നെ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓക്കെ ആയി. പിള്ളേർ ശാന്തമായിട്ടിരുന്ന്. പിന്നീട് റോബോട്ടിന് ജീവൻ വെച്ചതുപോലെ ഒരു ചേച്ചി വന്ന് എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഒന്നും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായതുപോലെ അങ്ങ് ഇരിക്കുക. അങ്ങനെ കുറേ നമുക്ക് സേഫ്റ്റി സംഭവമാണ് ഈ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിച്ചിരുന്നാൽ ഓക്കെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ എടുക്കാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ ഒന്ന് എൻജോയ് ചെയ്ത് നടന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒട്ടും തന്നെ സമയമില്ലായിരുന്നു. ഓൾറെഡി നമ്മൾ കുറച്ച് ലേറ്റായി. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ചെക്ക് ഇൻ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ ശരിക്കും നടന്നല്ല എയർപോർട്ടിലൂടെ പോകുന്നത്, പറന്നാണ്. കാരണം അത്രയ്ക്ക് ലേറ്റായി പോയി. പെട്ടെന്ന് തന്നെ നമ്മൾ ഓടുവാണ്. എനിക്ക് മുന്നേ തന്നെ പിള്ളേർ ഓട്ടമാണ് കേട്ടോ. അവരുടെ കളിയിൽ ശ്രദ്ധിച്ച് ഓടുവാണ്. ഞാൻ ടെൻഷൻ കാരണമുള്ള ഓട്ടമാണ്.